ഹലോ എവ്രി വൺ. ഇംഗ്ലീഷ് ഗ്രാമറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഗ്രാമർ ടോപ്പിക്. അത് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ സെറ്റാക്കാൻ പോവാണ്. എന്താണ് ഇഫ് ക്ലോസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓർമ്മിച്ച് വെക്കുക, ഒരു ഇഫ് ക്ലോസിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ഇഫ് ഉൾപ്പെടുന്ന ഈ ഭാഗത്തെ നമുക്ക് ഇഫ് ക്ലോസ് എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ മൊത്തം കളി കിടക്കുന്നത് നിങ്ങൾക്ക് ഈ ഇഫ് ക്ലോസിലെയും മെയിൻ ക്ലോസിലെയും വേർബുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നതിലാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു റീച്ച് ഏർലി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഞാൻ എടുക്കുന്നു. അവിടെ വേർബ് എന്ന് പറയുന്നത് V1 ആണ്. റീച്ച് എന്ന് പറയുന്ന വേർബ് ഏതാണ്? V1 ആണ്. സോ ഇഫ് ക്ലോസിൽ V1 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. ഇതാണ് റൂൾ. ഈ വില്ലിന് പകരം നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ക്യാനോ ഷാളോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ വുഡിന് പകരം നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ഷുഡോ കുഡോ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഇഫ് ക്ലോസിൽ ഏത് വേർബാണ് വരുന്നത്? റീച്ച്ഡ് ആണ് വരുന്നത്. അത് V2 ഫോം ഓഫ് ദ വേർബ് ആണ്. സോ V2 ആണെങ്കിൽ ഇഫ് ക്ലോസിൽ വരുന്ന വേർബ് V2 ആണെങ്കിൽ വേർബിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് V1 ആണോ V2 ആണെന്ന് മനസ്സിലാക്കണം. V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ് വരിക. എന്താ വരിക? വുഡ് ഗെറ്റ് അല്ലെങ്കിൽ വുഡ് പ്ലസ് V1 ആണ് വരിക. ഇനി ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3, ഇവിടെ നിങ്ങൾ റീച്ച്ഡ് അല്ലെങ്കിൽ ഈഡ് വെച്ചുള്ള ഫോം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചത് V3 ആണ്. കാരണം ഹാഡിൻ്റെ കൂടെ എന്തേ വരുള്ളൂ? V3 വരുള്ളൂ. സോ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഈ ഒരു ഒറ്റ ലോജിക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു ചോദ്യം നമ്മൾ ചെയ്യാണ്. ഇത് അതിച്ചിയും റൂംമേറ്റും നമ്മളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ അതിൽ അതിച്ച് പറയാണ്, ഇഫ് യു വാണ്ട് ടു ലിസൺ ടു മരിയ കാരി, നിങ്ങൾക്ക് മരിയ കാരിയെ കേൾക്കണമെങ്കിൽ, മരിയ കാരിയെ ലിസൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ വേർബ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇഫ് യു വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 ആണ്. ഇഫ് ക്ലോസിലും V1 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വിൽ പ്ലസ് V1 വരണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് യു വാണ്ട് ടു ലിസൺ ടു മരിയ കാരിയെ കേൾക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവരുടെ ടേപ്പ് തരാം. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ഐ വിൽ പ്ലസ് V1 അല്ലേ വേണ്ടേ? ഐ വിൽ തരാം എന്നുള്ളതിൻ്റെ V1 എന്താ? ഗിവ് ആണ്. ഐ വിൽ ഗിവ് ഹർ ടേപ്സ്, ഞാൻ അവളുടെ ടേപ്സ് തരാം എന്ന് പറഞ്ഞാൽ മതി. സോ വിൽ പ്ലസ് V1 ആണ്. മറ്റൊരു ചോദ്യം നോക്കൂ. ഐ തിങ്ക് സോ ഇഫ് യു കം നൗ, നിങ്ങളിപ്പോൾ വരുവാണെങ്കിൽ, അതായത് ക്രോണിൻ ചോദിക്കുന്നുണ്ട് ഹീ സ്റ്റിൽ അലൈവ്, അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് അല്ലേ? ഐ തിങ്ക് സോ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇഫ് യു കം നൗ, നിങ്ങളിപ്പോൾ വരുവാണെങ്കിൽ, സോ ഇഫ് ക്ലോസിൽ വെർബ് ഏതാ? കം ആണ്. അതേതാണ്? V1 ആണ്. ഇഫ് യു കം നൗ, നമുക്ക് അവരെ എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. സോ നമുക്ക് അവരെ സേവ് ചെയ്യാം. അവിടെ വിൽ പ്ലസ് V1, ഞാൻ പറഞ്ഞു വില്ലിന് പകരം വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. അവിടെ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ക്യാൻ ആണ്. സോ നമുക്കിവിടെ എന്ത് പറയാം? വി ക്യാൻ സേവ് ഹിം എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? വി ക്യാൻ സേവ് ഹിം എന്ന് കൊടുക്കാം. അടുത്തത്, വാട്ട് ഇറ്റ് ഡിഡ്ന്റ് ബൈറ്റ് യു ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ. ശ്രദ്ധിച്ചോളൂ, ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഹാഡ് കഴിഞ്ഞിട്ട് വേർബ് കൂടെ ഉണ്ടോ എന്ന് നോക്കണേ. ഹാഡ് മൂവ്ഡ് ആണുള്ളത്, ഹാഡ് പ്ലസ് V3 ആണുള്ളത്. സോ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസ് എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇഫ് ഐ ഹാഡ് മൂവ്ഡ് എ ലിറ്റിൽ, അതെന്നെ കടിക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വുഡ് ഹാവ് അവിടെ എഴുതി വെക്കുക. കടിക്കുക എന്നുള്ളതിൻ്റെ V3 നിങ്ങൾക്ക് അറിയോ? ചിലപ്പോൾ അറിയണ്ടാവില്ല. ബൈറ്റ്, ബിറ്റ് എന്നാണ്. ഇനി അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു V3 ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, അറ്റാക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ. സോ ഇറ്റ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഓക്കെ, നമ്മൾ ഒരുപാട് ചോദ്യം ചെയ്ത് പെട്ടെന്ന് പഠിച്ചു പോവാണ്. അടുത്തത്, ഇഫ് യു ഹാഡ് കണ്ടിന്യൂഡ് യുവർ സ്റ്റഡീസ്, അതിച്ച് പറയാണ് ഫിദയോട്, നീ നിന്റെ പഠനം തുടർന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഹാഡ് പ്ലസ് V3, നിനക്കൊരു നല്ല ജോലി കിട്ടുമായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താ പറയേണ്ടത്? യു വുഡ് ഹാവ്, അതുപോലെ തന്നെ എഴുതുക. യു വുഡ് ഹാവ് നല്ല ജോലി കിട്ടുമായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ എത്തുമായിരുന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. സോ ഞാൻ റീച്ച്ഡ് എന്ന് എഴുതുകയാണ്. യു വുഡ് ഹാവ് റീച്ച്ഡ് ഇൻ എ ഗുഡ് പൊസിഷൻ. യു വുഡ് ഹാവ് റീച്ച്ഡ് ഇൻ എ ഗുഡ് പൊസിഷൻ. ഓക്കെ, ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ തരുവാണ്. ഐ ഡു സോ ബിക്കോസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് നൈജീരിയസ് ഇംഗ്ലീഷ്. അതായത് റൂംമേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? പതിച്ച് പറയുന്നുണ്ട്, കാരണം എൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് നൈജീരിയയിലെ ഇംഗ്ലീഷാണ്. അപ്പോൾ റൂംമേറ്റ് പറയുകയാണ്, ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്. ശ്രദ്ധിച്ചോളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ്, അവിടെ ഫോമാറ്റ് ഏതാണ്? ഹാഡ് പ്ലസ് V3 ആണ്. അയ്യോ, എനിക്കത് അറിയാമായിരുന്നെങ്കിൽ. അപ്പോൾ അതിച്ച് പറയുന്നുണ്ട്, ഇറ്റ്സ് ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു. ഐ വുഡ് ഹാവ് എന്നാണ് വേണ്ടത്. ഐ വുഡ് ഹാവ് എന്നാണ് വേണ്ടത്. ആ വുഡിൻ്റെ കൂടെ ഒരു നോട്ട് കൂടെ ചേർക്കുക. ഐ വുഡിൻറ്റ് ഹാവ്
ആസ്കിൻ്റെ V3 എന്താ? ആസ്ക്ഡ്. ഐ വുഡിൻറ്റ് ഹാവ് ആസ്ക്ഡ് ദാറ്റ്. ഐ വുഡിൻറ്റ് ഹാവ് ആസ്ക്ഡ് ദാറ്റ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നുകൊണ്ട് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, സോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. ഇഫ് ക്ലോസും ദെൻ ക്വസ്റ്റ്യൻ ടാഗും റിപ്പോർട്ടർ സ്പീച്ചും WH ക്വസ്റ്റനും യെസ് ഓർ നോ ക്വസ്റ്റനും ഈ മാതിരി മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലൈവിൽ പഠിക്കുന്നുണ്ട്. സോ ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും മാർച്ച് 4-ാം തീയതിയും വൈകുന്നേരം കൃത്യം 7:30 ലൈവ്. ഡിസ്കോഴ്സുകളും ഗ്രാമറുകളൊക്കെ അടിപൊളിയായിട്ട് അവിടെ നമ്മൾ പഠിക്കും. സോ അവിടെ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഈ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ വിൽ സീ യു ദേർ. ബൈ.